ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ചേർത്തല ഫിഷ് മാർക്കറ്റിലോട്ടാണ്. സമയം ഏകദേശം ഒരു 7 o'clock ആയിട്ടുണ്ട്. നമ്മൾ ലേലം വിളിച്ചിട്ട് മീൻ വാങ്ങാൻ വേണ്ടി പോവാം. അതാ ഇത്ര നേരത്തെ പോണേ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റിൽ ലേലം വിളിക്കുന്നൊരു സെറ്റപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കസിൻ പറഞ്ഞിട്ട് അറിയുന്നത്. സൺഡേ ആണ്, മീൻ കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലോട്ട് വരുന്നതൊക്കെ വളരെ കുറവാണ്. വീടിൻ്റെ അവിടേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡിൽ നമുക്ക് മീൻ കൊണ്ടുവരും. അപ്പോൾ അവരുടെ നിന്നാണ് കൂടുതലും വാങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ നിർത്തി വെച്ചേക്കുന്നതുകൊണ്ട് മീനിനൊക്കെ ഭയങ്കര വിലയാണ്. മത്തിക്ക് തന്നെ എന്തോ 380, 400 വരെ ആയിട്ടുണ്ടായിരുന്നു. മീനൊന്നും ഇപ്പോൾ കിട്ടാനില്ല. പിന്നെ കിട്ടുകയാണെങ്കിൽ ഇതിന് ഇരിക്കുന്ന മീനൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ മാർക്കറ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രഷ് മീൻ കിട്ടും. അതുമാത്രമല്ല, ഈ ലേലം വിളിക്കുന്ന സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കായലിൽ നിന്ന് പിടിക്കുന്ന ഫ്രഷ് മീൻ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി. ഇത് എൻട്രൻസ് ആണ് ഗൈസ്, 2 എൻട്രൻസാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി മീനൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഈ റോഡിൻ്റെ 2 സൈഡിലും കാണുന്ന വെജിറ്റബിൾ ഷോപ്സൊക്കെയാണ്. അപ്പോൾ ഷോപ്പൊന്നും തുറന്നിട്ടില്ല, 7 മണി ആവുന്നല്ലേ ഉള്ളൂ. ഒരു 8-8:30 ആകുമ്പോഴേ രാവിലെ ഷോപ്പ് തുറക്കുള്ളൂ. അപ്പോൾ ഉള്ളിലായിട്ടാണ് ഫിഷ് മാർക്കറ്റ് വരുന്നത്. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ വെച്ച് പിടിക്കുന്ന ലേലം വിളിക്കുന്നിടത്തോട്ടാണ്. നമ്മൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ കിട്ടത്തില്ല. നമ്മളങ്ങനെ ലേലം വിളിക്കുന്നിടത്തെത്തി. പക്ഷെ നമുക്ക് മീൻ കിട്ടിയില്ല. കാരണം സൺഡേ ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. അതുമല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് കത്തിയായിട്ട് തോന്നി. അതുകൊണ്ട് നമ്മൾ മീൻ വാങ്ങിയില്ല. പിന്നെ നമ്മൾ മാർക്കറ്റിൽ തന്നെ കായൽ മീനൊക്കെ വിൽക്കുന്നൊരു അമ്മമ്മ ഉണ്ട്. അവിടെ വന്ന് മീനൊക്കെ നോക്കി. അവിടെ കൂടുതലും കരിമീനും കായൽ മീനൊക്കെ, ചെമ്മീൻ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കരിമീൻ തൂക്കി വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോകും.